PVC ബോർഡിനെ മൾട്ടിവുഡ് എന്ന് പേര് മാറ്റിയൊരു കമ്പനി ഉണ്ട്, അതാണ് തോംസൺ മൾട്ടിവുഡ്. സ്വർണത്തിന് സുഗന്ധം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ വീടിന്റെ ഇന്റീരിയർക്ക് ചാരുതയാകാൻ ഇത് ഇത്രയും കളറിൽ PVC ബോർഡിൽ ലാമിനേഷൻ വരുന്നുണ്ട്. ഇനി ആകെ കൂടി ചെയ്യേണ്ടത് ഇന്റീരിയർ ചെയ്യുന്ന സമയങ്ങളിൽ എഡ്ജ് പെയിന്റിങ് മാത്രം. പലപ്പോഴും നമ്മൾ നെറ്റിയിൽ പറ്റുന്ന വേപ്പർ റബ്ബിനെ അമൃതാഞ്ച് എന്നോ വിക്സ് എന്നോ പറയുണ്ടാവും. തുള്ളി നീലത്തിന് ഉജ്ജാല എന്ന് വരുത്തിയ കുറെ ട്രെൻഡിങ് കമ്പനികൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് PVC ബോർഡിനെ മൾട്ടിവുഡ് എന്ന് പേര് മാറ്റിയൊരു കമ്പനി ഉണ്ട്, അതാണ് തോംസൺ മൾട്ടിവുഡ്. PVC ബോർഡ് ചെയ്യുന്നുണ്ട്, ലാമിനേറ്റഡ് PVC ബോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ WPC ലാമിനേഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ലൂവറിന്റെ കളക്ഷൻ ഉണ്ട്. ഓരോന്നായിട്ട് ഡീറ്റെയിലേക്ക് പോകാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 200 രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിന് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡബിൾ സൈഡ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള 0.7 ഡെൻസിറ്റിയിലുള്ള മൾട്ടിവുഡില് 6 കളറുകളിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 0.7 നമുക്ക് സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും ചതില് പിടിക്കില്ല, മാത്രമല്ല ഈർപ്പം പ്രശ്നം വരികയില്ല, ഇതിന്റെ കുത്തല് വരില്ല. ഒരു 100 years വരെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഇന്റീരിയർ കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ബോർഡ്. ലാമിനേഷൻ ഒട്ടിക്കുന്നതിന് പകരം ഇത് മെഷീനിൽ കംപ്രസ് ചെയ്തിട്ട് നീറ്റ്നെസ്സിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ കൂടി ചെയ്യേണ്ടത് ഇന്റീരിയർ ചെയ്യുന്ന സമയങ്ങളിൽ എഡ്ജ് പെയിന്റിങ് മാത്രം. ഒരു കാര്യം വീണ്ടും പറയാം, ഈ ലിപ്പിംഗ് ഒട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ എഡ്ജ് പെയിന്റ് ഒട്ടിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യണം. ഓട്ടോമാറ്റിക് എഡ്ജ് പെയിന്റ് ഉള്ള മെഷീനുകളിൽ തന്നെ നമ്മൾ എഡ്ജ് പെയിന്റ് ഒട്ടിക്കണം. അപ്പൊ നിങ്ങളുടെ ഇന്റീരിയർ ചെയ്യുന്ന സമയങ്ങളിൽ ഈ പ്രൊഡക്റ്റ് കൂടി പരിഗണിക്കണം. PVC ബോർഡിൽ ലാമിനേഷൻ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതിന് വില കുറവാണല്ലോ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനേഴ്സിനോട് ആർക്കിടെക്ടിനോട് പറയണം. അപ്പൊ ഈ കളർ വെച്ചിട്ട് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ ഇന്റീരിയർ ഉണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാതെ പോകരുത്.